റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രമാണ് 43,15,000 ചെലവിട്ട് വിളവൂർക്കലും 55,20,000 രൂപ ചെലവിൽ കവടിയാറും സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിച്ചത്. ഇതോടെ കാട്ടാക്കട മണ്ഡലത്തിലെ വിളവൂർക്കൽ, കുളത്തുമ്മൽ, മലയിൻകീഴ്, വിളപ്പിൽ, മാറനല്ലൂർ എന്നീ 5 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് പദവിയിലേക്കെത്തി. പള്ളിച്ചൽ വില്ലേജ് ഓഫീസ് കൂടി സ്മാർട്ട് ആകുന്നതോടെ മണ്ഡലത്തിലെ 6 വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് പദവിയിലേക്ക് ഉയരും. വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് കൂടി സ്മാർട്ടായാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 6 വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് ആവുകയാണ്. സ്മാർട്ട് പദവിയിലേക്കെത്തിയ വില്ലേജ് ഓഫീസുകൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സർവ്വതല സ്പർശിയായ വികസനത്തിനാണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ രേഖകളും ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാ സേവനങ്ങളും സ്മാർട്ടാകുന്ന കേരളത്തിലേക്ക് മലയാളിയെ നയിക്കുകയെന്ന കർത്തവ്യമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ ഏറ്റവും സങ്കീർണമായ വകുപ്പുകളിൽ ഒന്നാണ് റവന്യൂ വകുപ്പ്. സാധാരണ നിലയിൽ പരാതികൾ റവന്യൂ വകുപ്പിനെ കുറിച്ചുണ്ടാകും. കാരണം ഒരു വകുപ്പിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകുന്നൊരു വകുപ്പല്ല റവന്യൂ വകുപ്പ്. കേരളത്തിലെ ഭൂമിയുടെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഭൂമിയുടെ രേഖ മുതൽ അതിൻ്റെ നികുതിയും തണ്ടപ്പേരും പോക്കുവരവും അടക്കം ഭൂമിയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സങ്കീർണമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരാതി കാണേണ്ട റവന്യൂ വകുപ്പ് തന്നെയാണ്. കേരളത്തിലൊരു സേവന വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകളെല്ലാം ആവശ്യപ്പെടുന്ന സേവനങ്ങൾ അതത് സമയത്ത് ചെയ്തു കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു വകുപ്പ്. വിളവൂർക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായ IB സതീഷ് MLA വിളവൂർക്കൽ പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുന്ന നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. 99 ലക്ഷം രൂപ ചെലവിൽ വിളവൂർക്കൽ പഞ്ചായത്ത് UIT സെന്ററിന്റെ കെട്ടിട നിർമ്മാണം, 25 ലക്ഷം രൂപ ചെലവിൽ വയോജനങ്ങൾക്കായി അമ്മവീട്, ഹോമിയോ ആശുപത്രി, 150 ലക്ഷം രൂപയുടെ വിളവൂർക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയം, വിവിധ റോഡുകളുടെ നിർമ്മാണം തുടങ്ങി MLA ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന 19 പദ്ധതികളാണ് ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ 6 വില്ലേജ് ഓഫീസുകൾക്കും MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ ഓഫീസിന് ആവശ്യമായ കമ്പ്യൂട്ടറും മറ്റുപകരണങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.